ബാലചന്ദ്രൻ അറ്റാക്ക് ഉണ്ടായ വിവരം വൈജയന്തി കമലേനെ വിളിച്ചറിയിക്കുകയും മനുവിനോട് പറയണമെന്നും പറയുന്നു. ഇതിനിടയിൽ ബാലചന്ദ്രനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുമ്പോൾ മുത്തശ്ശിയുടെ അനുവാദത്തോടെ അലീന ഹോസ്പിറ്റലിലേക്ക് പോകുന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ എത്തുന്ന വൈജയന്തി നീ ഇനി ഇവിടെ നിൽക്കേണ്ട കാര്യമൊന്നുമില്ലെന്നും വീട്ടിൽ പോകാനും പറഞ്ഞ് അലീനയോട് ദേഷ്യപ്പെടുന്നു. ശേഷം മനു അവിടെ എത്തുകയും അലീനയോട് വിവരങ്ങൾ തിരക്കുകയും ചെയ്യുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന ശർമ്മ ഡോക്ടർ അലീന കൃത്യസമയത്ത് CPR കൊടുത്തതുകൊണ്ട് മാത്രമാണ് ബാലചന്ദ്രൻ രക്ഷപ്പെട്ടതെന്നും അപകടനില തരണം ചെയ്തുവെന്നും പറയുന്നു. ശേഷം ബാലചന്ദ്രൻ കഴിഞ്ഞ 2-3 ദിവസമായി നല്ല മദ്യപാനത്തിലായിരുന്നുവെന്നും അയാൾക്ക് എന്തോ കാര്യമായ പ്രശ്നമുണ്ടെന്നും ശർമ്മ ഡോക്ടർ മനുവിനോട് പറയുന്നു. ഇതേ സമയം അവിടെ എത്തുന്ന വൈജയന്തിയോട് അലീന കാരണമാണ് ബാലചന്ദ്രൻ ജീവനോടെ ഇരിക്കുന്നതെന്നും അതിന് അലീനയോട് നന്ദി പറയണമെന്നും ഡോക്ടർ ശർമ്മ പറയുന്നു. എന്നാൽ വൈജയന്തി അതൊന്നും അംഗീകരിക്കാൻ തയ്യാറാവാതെ വരുന്നു. പിന്നീട് അലീനയെ വീട്ടിൽ പറഞ്ഞു വിടാൻ വൈജയന്തി മനുവിനോട് പറയുമ്പോൾ മനു വൈജയന്തിക്ക് കണക്കിന് കൊടുക്കുന്നു. ശേഷം ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാമെന്ന് പറഞ്ഞ് മനു വൈജയന്തിയുടെ മുന്നിലൂടെ അലീനയുടെ കൈ പിടിച്ചുകൊണ്ട് പോകുന്നതോടെ വൈജയൻ ഞെട്ടിപ്പോകുന്നു. പിന്നീട് ഞാൻ ഇനി എങ്ങനെ പോകുമെന്ന് ചോദിക്കുന്ന അലീനയോട് നീ ഇപ്പോൾ പോവരുതെന്നും കുറച്ച് ദിവസം കൂടി അവിടെ നിൽക്കണമെന്നും മനു പറയുന്നു. ശേഷം വൈജയന്തിയുടെ പെരുമാറ്റത്തെക്കുറിച്ച് ഇരുവരും സംസാരിക്കുന്നത് കാണിച്ച് എപ്പിസോഡ് അവസാനിക്കുന്നു.